എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെയിംസ് കുട്ടി തോമസ്, റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആണ്. എൻ്റെ മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിലെ വിഷയം, ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഏകദേശം ഈ സമയത്ത് കോഴിക്കോട് ഒരു പ്രോഗ്രാം നടക്കേണ്ടതായിരുന്നു. ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ള സാറ് പങ്കെടുക്കേണ്ട ഒരു പരിപാടി കോഴിക്കോട് നഗരസഭയുടെ ടാഗോർ ഹാളിൽ നടക്കേണ്ടിയിരുന്നതാണ്. ആ പരിപാടി റദ്ദാക്കി. കാരണം പറയുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇലക്ട്രിക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയില്ല എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടായിരിക്കും ആ സർട്ടിഫിക്കറ്റ് നൽകാതിരുന്നത്? നമുക്കൊന്ന് അല്പനേരം പരിശോധിക്കാം. ഞാനും ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിരുന്നു. നമ്മളൊക്കെ സർവീസിൽ ഇരിക്കുമ്പോൾ ചില സത്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല, പ്രശ്നങ്ങളുണ്ടാകും. നമുക്കൊന്ന് പരിശോധിക്കാം. ഞാനിപ്പം പുറത്തിറങ്ങിയ ആളാണല്ലോ, എന്തുകൊണ്ടായിരിക്കും കൊടുക്കാത്ത, എവിടെയാണ് വീഴ്ച? നമുക്കൊന്ന് നോക്കിയിട്ട്, കാരണം ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സർവീസിൽ ഇരിക്കുമ്പോൾ ശരിക്കും നിയമം കണ്ണടച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു പക്ഷെ അവിടെ നടന്നെന്ന് വരില്ല. 2 കൈ മുറിച്ചായിരിക്കും നമ്മളെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. ചില നിയമം നമ്മൾ സ്ട്രിക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റിയെന്ന് വരുന്നില്ല. നമ്മുടെ ശ്രീലേഖ മാഡം IPS അവരുടെ പോലെ അവര് പുറത്തിറങ്ങിയിട്ടാണ് പലതും അവര് പറയുന്നത് സത്യമോ കള്ളമോ നമുക്ക് അറിയത്തില്ല. അത് ബന്ധപ്പെട്ടവർ പരിശോധിക്കട്ടെ. പക്ഷെ ഞാനിവിടെ ചില അപ്രിയ സത്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. ഒരുപക്ഷെ അത് പോലീസുകാർക്കെതിരായിരിക്കും, ഡിപ്പാർട്ട്മെന്റിന് എതിരായിരിക്കും, കോൺട്രാക്ടേഴ്സിനെതിരായിരിക്കാം. നമുക്കൊന്ന് നോക്കാം എന്താണ് ഇവിടെ നടക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകാതിരുന്നത്. നമുക്ക് അല്പനേരം ആ വിഷയത്തെ പറ്റി സംസാരിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വിവിധ കടമകള്, ഫങ്ഷൻസ്. അപ്പൊ ഇതിലെ ഓരോന്നോരോന്നും ഞാൻ പല വീഡിയോകളിലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകത്ത് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്ക് VIP VVIP വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഇന്നത്തെ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോഴിക്കോട് നടക്കേണ്ടിയിരുന്ന ഒരു പരിപാടി, ഗോവ ഗവർണർ പങ്കെടുക്കേണ്ട ഒരു ആദരിക്കൽ ചടങ്ങ് കോഴിക്കോട് ടാഗോർ നഗറിൽ നടക്കേണ്ട പരിപാടി ഇന്ന് റദ്ദാക്കി. അതിന് കാരണമായിട്ട് വാർത്തയിൽ കാണും. നിങ്ങൾക്കിപ്പോ പത്രത്തിൽ വന്ന വാർത്ത സ്ക്രീനിൽ കാണാം. മലയാളം എക്സ്പ്രസിൽ വന്ന വാർത്തയാണ്. അപ്പൊ ഇതിന്റെ അകത്തുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ എടുത്ത് പറയുന്നേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇത് നടക്കാതെ, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ടാണ് കൊടുക്കാതിരുന്നത്? അവിടെ പറഞ്ഞിട്ടുണ്ട്, ടാഗോർ ഹാൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയതിൽ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റാത്ത സ്ഥിതി ആയിരുന്നു. അതിന് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു. കൂടാതെ അവിടെ ഒരാൾക്ക് ഷോക്ക് അടിച്ചിരുന്നു. അവിടെ ആർക്കാണ് ഷോക്ക് അടിച്ചത്? അവിടെ അലങ്കാര വിളക്ക് സ്ഥാപിക്കാൻ എത്തിയ ഒരാൾക്ക്. അപ്പൊ ശരിക്കും ഇത് കറക്റ്റായിട്ട് തിരക്കിയാൽ ഞാൻ ഒരുപാട് അധികമായിട്ട് സംസാരിക്കാമായിരുന്നു ഇതിനെപ്പറ്റി, ഈ പർട്ടിക്കുലർ അപകടത്തെ പറ്റി. പക്ഷെ അതിനെനിക്ക് താല്പര്യമില്ല. കാരണം നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ അനുഭവങ്ങളിലൂടെ സംസാരിക്കുക. അപ്പൊ അതിനുവേണ്ടി ഇതിനകത്ത് 1-2 പോയിന്റ്സ് മാത്രം ഞാൻ എടുക്കുകയാണ്. ഇവിടെ ഈ ടാഗോർ ഹാൾ എന്ന് പറയുന്നത്, ശരിക്കും ഞാൻ കോഴിക്കോട് വർക്ക് ചെയ്ത ആളാണെങ്കിലും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അതിന്റെ ഇലക്ട്രിക്കൽ സ്റ്റാറ്റസ് എങ്ങനെയാണ്, ഇലക്ട്രിക്കൽ വയറിങ്ങിന്റെ സ്റ്റാറ്റസ് എങ്ങനെയാണെന്നുള്ളത്. സാധാരണ ഇതുപോലുള്ള സർക്കാർ പരിപാടികളൊക്കെ നടക്കുന്നത് ഗവൺമെന്റിന്റേതായ കെട്ടിടങ്ങളിലോ സ്കൂളുകളിലോ PWD ഗസ്റ്റ് ഹൗസുകളിലൊക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് പലതും വളരെ മോശപ്പെട്ട വയറിംഗ് ആയിരിക്കും. എന്നിട്ട് ഇതുപോലുള്ള പ്രോഗ്രാം വരുമ്പോൾ ഏതെങ്കിലും ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ടീമിനെ ഇത് ഏൽപ്പിക്കും. അവരത് എങ്ങനെയെങ്കിലും ഒരു കാട്ടിക്കൂട്ടി ഒരു ജനറേറ്റർ ടെമ്പററി ആയിട്ട് സ്ഥാപിച്ച് വയറിംഗ് ഒക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് അവിടെ എവിടെയൊക്കെ മുട്ടുസൂചിയൊക്കെ കുത്തി കുറച്ച് ഇലിമിനേഷനൊക്കെ സ്ഥാപിച്ച് അവസാനം പോലീസ് ഒരു കത്ത് കൊണ്ടുവരും. അതിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. സേഫ്റ്റി ഫിറ്റ്നസ്, ഇലക്ട്രിക് സേഫ്റ്റി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ആ ഒരു പോലീസിന്റെ കത്ത് മാത്രമേ കാണുള്ളൂ.
ഇതാണ് ശരിക്കും എന്നെ പോലെയുള്ള ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ ഇരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ അനുഭവിക്കുന്നത്, ഞാനും അനുഭവിച്ചത്. നമുക്കൊന്ന് നോക്കാം, നിയമങ്ങളുടെ പെട്ടെന്നൊന്ന് ഓടിപ്പോകാം. നമ്മൾ ആ വാർത്ത ഒന്നും കൂടെ ഞാൻ എടുത്ത് കാണിച്ചതേ ഉള്ളൂ. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ട്, ഈ വാർത്തയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് വാർത്ത വായിക്കാം. വാർത്തയുടെ കണ്ടന്റ് ഞാൻ പറഞ്ഞു. നമുക്ക് ഈ എന്തിനാണ് ഇവിടെ ഒരു VIP വിസിറ്റിന് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഇലക്ട്രിസിറ്റി തരുന്നതിന്റെ എല്ലാം നിയമങ്ങളുടെ എല്ലാം ബേസ് അല്ലെങ്കിൽ അതിന്റെ ബൈബിൾ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ആക്ട് 2003 ആണ്. അതിൽ 54-ാമത്തെ സെക്ഷനിൽ ഒരു വകുപ്പുണ്ട്. 100 പേരിൽ കൂടുതൽ കൂടുന്ന ഒരു പബ്ലിക് സ്ഥലത്ത് ഒരു പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ അവിടെ ഇലക്ട്രിസിറ്റി സപ്ലൈ എടുക്കുന്നെങ്കിൽ അത് വേണമെങ്കിൽ അവിടുത്തെ യൂട്ടിലിറ്റി കമ്പനി അല്ലെങ്കിൽ KCB പോലുള്ള കമ്പനിയിൽ നിന്ന് എടുക്കുന്ന സപ്ലൈ ആകാം, അതല്ലെങ്കിൽ ഒരു ജനറേറ്റർ വെച്ച് ചെയ്യുന്ന സംഭവമാകാം. എങ്ങനെയായാലും അവിടെ ഒരു സപ്ലൈ ആവശ്യമുണ്ടെങ്കിൽ അവിടെ ആ കണക്ഷൻ എടുക്കണമെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ പെർമിഷൻ അതിൻ്റെ അകത്ത് വാങ്ങിച്ചിരിക്കണം. താഴോട്ട് ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ആക്ട് 2003 സെക്ഷൻ 54 അനുസരിച്ച് 100 പേരിൽ കൂടുന്ന സ്ഥലത്ത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ പെർമിഷൻ വാങ്ങിച്ചിട്ടേ സപ്ലൈ എടുക്കാവൂ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെയാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ റോള് അവിടെ വരുന്നത്. ഇത് ഇലക്ട്രിസിറ്റി ആക്ട് ആണ്, ഇന്ത്യയിൽ മൊത്തമായിട്ടുള്ള നിയമമാണ്. ഇവിടെ നമുക്ക് വൈദ്യുതി തരുന്നത് KCB ആണ്. KCB വൈദ്യുതി തരുന്നതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു നിയമമുണ്ട്. കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ്, കേരള സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷൻ ഇറക്കിയ നിയമമാണിത്. 2014 ഇറക്കിയ. അതിലും പറയുന്നുണ്ട് ഇതുപോലുള്ള 100 പേരിൽ കൂടുതൽ കൂടുന്ന സ്ഥലത്ത് ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ, ഒരു സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വഴിയാണ് അത് വാങ്ങിക്കേണ്ടത്. അത് കിട്ടിയിട്ട് മാത്രമേ സപ്ലൈ കൊടുക്കാവൂ എന്ന് ഈ നിയമത്തിൽ, അതായത് KCBയുടേതായ അല്ലെങ്കിൽ കേരളത്തിനകത്തുള്ള സപ്ലൈ തരുന്ന കമ്പനികൾക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. ഇത് കൂടാതെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ NOC വേണം എന്ന് പറയുന്നുണ്ട്. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരു പബ്ലിക് ഹാള്, ഒരു ഒരു വലിയൊരു ഗ്രൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മുനിസിപ്പൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു ഇതുപോലെ ടാഗോർ ഹാള് പോലുള്ള ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിലായിരിക്കും, അല്ലെങ്കിൽ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലായിരിക്കും. അപ്പൊ അതിന്റെ ഒരു അതോറിറ്റി ഉണ്ട്. ഒരു മുനിസിപ്പാലിറ്റിയുടെ സ്ഥാപനമാണെങ്കിൽ ആ മുനിസിപ്പാലിറ്റി, അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് ആണെങ്കിൽ ഗ്രൗണ്ടിന്റെ ഒരു അധികാരിയുണ്ട്. അവിടെ ഒരു പന്തലും കെട്ടി സപ്ലൈ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ കൺസേൺഡ് ലോക്കൽ അതോറിറ്റിയുടെ NOC ആവശ്യമുണ്ടെന്ന് ഈ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ താഴോട്ട് പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ അതുപോലെ ബന്ധപ്പെട്ട ആൾക്കാരുടെയും NOC വേണം എന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ 2 ഇലക്ട്രിസിറ്റി ആക്ടിലും പറയുന്നുണ്ട്, അത് കഴിഞ്ഞ് കേരളത്തിൽ വന്ന നിയമത്തിലും പറയുന്നുണ്ട്. അപ്പൊ ഇതിന് എന്ത് ചെയ്യണം, ഇതെങ്ങനെ കിട്ടും? നമ്മുടെ സേഫ്റ്റി റെഗുലേഷൻ, സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ സേഫ്റ്റി റെഗുലേഷനില് 29ാമത്തെ റെഗുലേഷനിൽ പറഞ്ഞിരിക്കുന്ന വേഡിംഗ് ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിസിറ്റി സംബന്ധിച്ചുള്ള വയറിംഗ് ചെയ്യുന്നത് ലൈസൻസ് ഉള്ള ആൾക്കാരായിരിക്കണം, അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള കോൺട്രാക്ടേഴ്സ്. വായിച്ചാൽ മതി. കോൺട്രാക്ടർ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് നൽകുന്ന ഇലക്ട്രിക് കോൺട്രാക്ട് ലൈസൻസ് ഉള്ള ആളായിരിക്കണം വർക്ക് ചെയ്യുന്നത്. കൂടാതെ അവിടെ വർക്ക് ചെയ്യിക്കുന്നത് ഒരു സൂപ്പർവൈസർ ആയിരിക്കണം. കണ്ടില്ലേ, ഒരു സൂപ്പർവൈസർ ആയിരിക്കണം. അതായത് കോൺട്രാക്ടർ ഞാൻ പറഞ്ഞു, സൂപ്പർവൈസർ പറഞ്ഞു. അതുകൂടാതെ ദ വർക്ക് ഷുഡ് ബി ഡൺ ബൈ എ പേഴ്സൺ ഹാവിംഗ് ലൈസൻസ് ഫ്രം സ്റ്റേറ്റ് ഗവൺമെന്റ്, അതാണ് വയർമാൻ. ഇതെല്ലാം കിട്ടുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ്, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡിൽ നിന്നാണ് ഈ കോൺട്രാക്ടർ, സൂപ്പർവൈസർ, വയർമാൻ ഇവർക്കൊക്കെ വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ് അല്ലെങ്കിൽ കോൺട്രാക്ട് ഒക്കെ കിട്ടുന്നത്, ആ ലൈസൻസുകൾ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ കിട്ടിയ ആ ലൈസൻസ് വെച്ച് വേണം ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വർക്കും ചെയ്യുന്നത്. അല്ലാതുള്ള വർക്കുകൾ ചെയ്യുന്നത് അലൗഡ് അല്ല. ലൈസൻസ് ഉള്ളവർ മാത്രമേ വർക്ക് ചെയ്യാവൂ. ഇത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് റൂളുണ്ട്, 2020 ഇറങ്ങിയ. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് തരണം. വർക്ക് കംപ്ലീറ്റ് ആരാ വർക്ക് ചെയ്യുന്നത്? കോൺട്രാക്ടർ, സൂപ്പർവൈസർ, വയർമാൻ, ഇവരെല്ലാം കൂടി ചേർന്ന ടീമാണ്. അപ്പൊ അവർ ചെയ്തിട്ട് അതിന്റെ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് തരുന്നു. ആ ടെസ്റ്റ് റിപ്പോർട്ടിന്റെ അകത്ത് ഇവര് 3 പേരും ഒപ്പിട്ടതാണ്. ആ 3 പേർക്കും അതിന്റെ അകത്ത് റോളുമുണ്ട്. ഇവിടെ എടുത്തു പറയുന്നുള്ളത് 3 പേർക്കും ആ വർക്കിന്റെ അകത്ത് ഉത്തരവാദിത്തമുണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ.
ഇനി നമ്മൾ ഈ ആക്ച്വലി നടക്കുന്ന എന്താണെന്ന് ഞാൻ നേരത്തെ ഒരു സൂചന തന്നു. ശരിക്കും ഒരു പ്രോഗ്രാം നടന്നു കഴിഞ്ഞാൽ സപ്പോസ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പരിപാടിയാണെന്നിരിക്കട്ടെ, അവിടെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ വേറെ ഒരു പബ്ലിക് പ്രോഗ്രാം ആണെങ്കിൽ രാഷ്ട്രപതിയോ അങ്ങനെ ആരെങ്കിലും VIP അല്ലെങ്കിൽ VVIP ലെവലിലുള്ള ഒരാള് വരുന്നെങ്കിൽ അവിടെ അവർ ഈ ഇസഡ് കാറ്റഗറി എന്നൊക്കെ പറയുന്നത് പോലെ, എനിക്ക് അതിനെപ്പറ്റി ഒന്നും കൂടുതൽ അറിയത്തില്ല, അങ്ങനെ ചില സേഫ്റ്റി ആവശ്യമുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെ ആവശ്യമുള്ള തരത്തില് പോലീസ് കണ്ണുമടച്ച് അവർക്ക് പെർമിഷൻ കൊടുക്കത്തില്ല. അവർക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ അതിന്റെ സേഫ്റ്റി സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ നമ്മള് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നാണ് ഈ ഇലക്ട്രിക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സേഫ്റ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ അതാരാ ഇത് ഉത്തരവാദിത്തപ്പെട്ട ചുമതല വഹിക്കുന്നത്, ഇതെല്ലാം കൂടെ വഹിക്കുന്ന പോലീസാണ്. ആ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു പ്ലെയിൻ ആയിട്ട് ഒരു കത്ത് അല്ലെങ്കിൽ ഇമെയിൽ അയക്കും, ഞങ്ങൾക്ക് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് വേണം. അത്രേ ഉള്ളൂ, ആ ഒരൊറ്റ കത്തേ ഉള്ളൂ. ഈ വർക്ക് ചെയ്യുന്ന ആരായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രോഗ്രാം ആയിരിക്കും. ആ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരം ചെയ്യുന്ന ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ആൾക്കാർ കാണും. അവര് ലൈസൻസ് പോലും ഇല്ല, ലൈസൻസ് പോലും കേട്ടുപോലും കാണത്തില്ല. അങ്ങനെയുള്ള ഒരാള് വയറിങ് നോൺ സ്റ്റാൻഡേർഡ് ചെയ്ത് അവരുടെ തന്നെ ഒരു ജനറേറ്റർ വെച്ച് സപ്ലൈ കണക്ട് ചെയ്ത് തോന്നിയതുപോലെ സപ്ലൈ കണക്ട് ചെയ്ത് എല്ലാം ചെയ്തു. എന്നിട്ട് അതിന് സർട്ടിഫിക്കറ്റ് ആര് കൊടുക്കണം? ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കൊടുക്കണം. അവിടെ പരിശോധിച്ചാൽ തന്നെ അത് കംപ്ലീറ്റ്ലി നോൺ സ്റ്റാൻഡേർഡ് ആണെന്ന് ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്ക് മനസ്സിലാകും. മാത്രമല്ല, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ ഞാൻ ഈ കാണിച്ച നിയമങ്ങൾ അനുസരിച്ച് തീർച്ചയായിട്ടും അവിടെ ഒരു കോൺട്രാക്ടറുടെ അല്ലെങ്കിൽ സൂപ്പർവൈസറുടെ വയർമാൻ ഇവര് 3 പേരോട് ചേർന്നുള്ള ഒരു ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുകയും വേണം. അല്ലാതെ ഒരു പോലീസിന്റെ കത്ത് വെച്ച് മാത്രം കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഈ കത്ത് തരുന്ന പോലീസുകാർക്ക് ഇതൊന്നും അറിയണ്ട, അവർക്ക് കൃത്യമായിട്ട് പേപ്പർ കിട്ടിയിരിക്കണം. ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ഇത് ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തരാൻ പറ്റത്തില്ല, നിങ്ങൾ ആദ്യം ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് തരിക. അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഒരുപാട് ഇഷ്യൂസ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതില് ഞാൻ അനുഭവിച്ച ഒരു സംഭവം പറയാം. ഒരു DYSP എന്നെ വിളിച്ചു, ഇങ്ങനെ ഒരു പേപ്പർ ഞാൻ ഇമെയിൽ അയച്ചിട്ടുണ്ട്, എനിക്ക് പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടണം. പോലീസുകാരെന്ന് പറയുമ്പോൾ അല്പം ഹെഡ് വെയിറ്റ് കാണും. ശരിക്കും നമ്മുടെ ഇപ്പോ ഞാൻ വർക്ക് ചെയ്ത ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഔദ്യോഗിക പദവിയേക്കാളും താഴെ ഒരു ഉദ്യോഗസ്ഥനായിരിക്കും വിളിച്ച് എന്റെ അടുത്ത് ഫയർ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഉദ്യോഗസ്ഥന് ചിലപ്പോൾ എന്റെ സ്റ്റാറ്റസ് ഒന്നും അറിയണമെന്നില്ല. കാരണം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരെ പറ്റി അവർക്ക് വലിയ ധാരണയില്ല. ശരിക്കും നമ്മളെക്കാളും താഴെ ആൾക്കാരുമായിരിക്കും. എങ്കിലും നമ്മൾ പോലീസുകാരല്ലേ, നമ്മളെ പബ്ലിക് സർവൻസ് ആണല്ലോ, നമ്മൾ ഭവ്യതയോടെ നിന്ന് കാര്യങ്ങൾ പറയും. പക്ഷെ എനിക്ക് എങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റും? ഞാൻ ആ DYSPയോട് പറഞ്ഞു, എനിക്ക് തരണമെങ്കിൽ ഈ തരത്തിൽ കാര്യങ്ങൾ പോകണം, അല്ലാതെ ഞാൻ സൈറ്റിൽ ചെന്ന് നോക്കി ഇതൊന്നും ശരിയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല. അപ്പൊ പുള്ളി പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഒരു മൊബൈൽ ഡിപ്പാർട്ട്മെന്റിലായാലും ഒരു വണ്ടി ചെക്ക് ചെയ്തിട്ട് ആ വണ്ടിക്ക് ഇന്ന പോരായ്മകൾ ഉണ്ട് എന്ന് പറയും. ഓക്കെ, അതുപോലെ ഞാൻ കൊടുക്കണം. ഓക്കെ, ഞാൻ കൊടുത്തു. സൈറ്റിൽ ചെന്ന് നോക്കി, അവിടെ ഒന്ന് നമുക്ക് ലൈസൻസ്ഡ് ആളല്ല വർക്ക് ചെയ്തിരിക്കുന്നത്. രണ്ടാമത് നമുക്ക് അതിന്റെ പ്രോപ്പറായിട്ട് ടെസ്റ്റ് റിപ്പോർട്ടും കാര്യങ്ങളും തന്നിട്ടില്ല. പിന്നെ അവിടെ ELCB വെച്ചിട്ടില്ല, അവിടെ മുട്ടുസൂചി കുത്തിയിരിക്കുന്നു, എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലെറ്റർ കൊടുക്കും. ഉടനെ പോലീസുകാർക്ക് അവർക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. അവരെന്ത് ചെയ്യും? ഇതിന്റെ കോർഡിനേറ്റേഴ്സ് ഉണ്ടല്ലോ, പ്രോഗ്രാമിന്റെ കോർഡിനേറ്റേഴ്സ്, അവർക്ക് ഈ കത്ത് കൊടുത്തിട്ട് നിങ്ങൾ ഈ പ്രോഗ്രാം നടത്തണമെങ്കിൽ ഇന്ന കാര്യങ്ങളിലേക്ക് പോകണം, എന്നാലേ പറ്റത്തുള്ളൂ. അപ്പൊ മീൻസ് അവര് നമ്മുടെ കൂടെ കമ്പനിയായി, പോലീസുകാർക്ക് കാര്യം മനസ്സിലായി, അവര് നമ്മളുമായിട്ട് ടേംസിലായി. പിന്നെ ഇവരെന്ത് ചെയ്യും? ഈ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് എവിടുന്നെങ്കിലും ഒരു ലൈസൻസ് ഉള്ള ഒരാളിനെ തേടി പിടിക്കും. ചിലപ്പോൾ അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ആണെങ്കിൽ അവരുടെ വിങ്ങിൽ തന്നെ ഒരാൾ കാണും. അവരിത് പരിശോധിച്ചിട്ട് സൈറ്റ് എല്ലാം നോക്കി ഒന്നും കൂടെ എവിടെയൊക്കെ പ്രോപ്പറായിട്ട് വയർ ചെയ്യണമെന്ന് വെച്ചാൽ അതെല്ലാം ശരിയാക്കി നമുക്ക് പേപ്പർ തരുന്നു. പിന്നെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്നു. എല്ലാം എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കൂടെ ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ വളരെ അവിടെ കൂടെ നിന്ന് ELCB അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുത്ത് ഞാനൊക്കെ എന്റെ കൈ കൊണ്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെയും കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും ഹെൽപ്ഫുൾ ആയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവരുടെ കൂടെ നിന്ന് ഈ പ്രോഗ്രാം നടക്കണമല്ലോ, ചിലപ്പം മുഖ്യമന്ത്രി ആയിരിക്കും വരുന്നത്. അപ്പൊ നമ്മള് കൂടെ നിന്ന് ഇതെല്ലാം ചെയ്യിച്ചിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാനാണെങ്കിൽ അങ്ങനെ കൊടുക്കും. അതല്ല, ചിലപ്പോൾ 1-2 ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ ആ കണ്ടീഷൻ വെച്ച് നമ്മൾ കൊടുക്കും. ഇതൊക്കെയാണ് ഇന്ന് നടക്കുന്നത്. ശരിക്കും ഞാൻ ഈ പറഞ്ഞ ഈ പ്രൊസീജിയർ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള പലർക്കും അറിയില്ല. അപ്പൊ അവരോട് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ പദവി എന്താണെന്നോ നമ്മളിത് അവര് പറയുന്നത് കേൾക്കാനിരിക്കുന്ന അല്ല.
എന്നൊരു ധാരണയൊന്നുമില്ലാതെ വളരെ റഫായിട്ട് സംസാരിച്ച അനുഭവങ്ങളും എനിക്ക് വ്യക്തിപരമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതല്ല ശരി. ഇവിടെ ടാഗോർ ഹാളിൽ എന്തുകൊണ്ട് കൊടുത്തില്ല? ശരിക്കും ഈ ടാഗോർ ഹാളിലെ ബേസിക് ആയിട്ട് അവിടുത്തെ വയറിങ് തന്നെ മോശമായിട്ട് കിടക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എങ്ങനെ പരിശോധിച്ച് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കും? ഞാനൊന്ന് പറയട്ടെ, ഈ സൈറ്റ് അല്ലെങ്കിൽ ഈ കെട്ടിടം സേഫ് അല്ല, ഇലക്ട്രിക്കലി അത് ഫിറ്റ് അല്ല എന്നറിയാവുന്ന ആ ജില്ലയിൽ ഒരേ ഒരാളായിരിക്കും ആ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ. അപ്പോൾ അവിടെ ശരിയല്ലാത്ത തരത്തില് ഒരു ഇലക്ട്രിക്കൽ വർക്ക് ചെയ്തിരിക്കുന്നതോ അല്ലെങ്കിൽ അതിന്റെ ബേസിക് ആയിട്ട് അവിടെയുള്ള പെർമനന്റ് വയറിങ്ങോ ശരിയല്ല എന്നറിയാവുന്ന ആ ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കണ്ണുമടച്ച് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് നാളെ അവിടെ ഒരു അപകടം ഉണ്ടായാൽ ഹീസ് ദ ഓൺലി റെസ്പോൺസിബിൾ പേഴ്സൺ, അല്ലെ? ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല. എന്റെ ഓർമ്മയിൽ നോർത്ത് ഇന്ത്യയിൽ ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരെ ഇതുപോലെ ബന്ധപ്പെട്ട കാര്യത്തിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ സുഹൃത്തുക്കളായ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവരോടും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലുള്ളവര്, അതല്ലെങ്കിൽ പബ്ലിക് രാഷ്ട്രീയ പാർട്ടികളിലുള്ളവര്, അല്ലെങ്കിൽ ഇതുപോലെ കോർഡിനേറ്റേഴ്സ്, അല്ലെങ്കിൽ ലൈറ്റ് ആൻഡ് സൗണ്ടിലുള്ളവര്, ദയവ് ചെയ്ത് ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉദ്യോഗസ്ഥരോടുകൂടി സഹകരിക്കുക. അല്ലാതെ അവർക്കൊക്കെ ഒരു ജീവിതമുള്ളതാ, അതീ കൊണ്ടുവന്ന് അവരെ കുഴിയിലാക്കരുത്. നിങ്ങൾ അവരുടെ കൂടെ സഹകരിച്ച് ഈ പറഞ്ഞ പ്രൊസീജിയറുകൾ അനുസരിച്ച് മാത്രം സേഫ്റ്റി സർട്ടിഫിക്കറ്റ് നൽകുവാനുള്ള സാഹചര്യം നിങ്ങൾ ദയവായി ഉണ്ടാക്കുക. ഇതുപോലെ പബ്ലിക് പ്രോഗ്രാംസിനൊക്കെ ആവശ്യമുണ്ട്. നമ്മുടെ VIPs അല്ലെങ്കിൽ VVIPs വരേണ്ട കാര്യമുണ്ട്. അതെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കി ആ ചർച്ചകളുടെ തുടക്കത്തിൽ, ആ പ്രോഗ്രാമിന്റെ ചർച്ചകളുടെ തുടക്കത്തിൽ തന്നെ ഇത് സംസാരിച്ചു തുടങ്ങുക. നമ്മൾ രാഷ്ട്രപതിയൊക്കെ വരുന്നതിലാണെങ്കിൽ ആദ്യം തന്നെ മീറ്റിങ്ങിലൊക്കെ ഞങ്ങളെയൊക്കെ വിളിക്കാറുണ്ട്. വിളിച്ചിട്ട് ഞങ്ങളെ തുടക്കത്തിൽ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞ് പോലീസുകാരുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് ലൈസൻസ് ഉള്ളവർ മാത്രം വർക്ക് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ തരത്തില് നമ്മൾ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യം പലർക്കും ഒരുപക്ഷെ പുതിയൊരു അറിവായിരിക്കും. എങ്കിലും നിങ്ങളത് ആ അറിവ് മറ്റുള്ളവരിലേക്ക് ദയവ് ചെയ്ത് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഇത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷെയർ ചെയ്യാം, മറ്റുള്ള സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാം, കോൺട്രാക്ടേഴ്സിന്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക്, അല്ലെങ്കിൽ KSEB ഉദ്യോഗസ്ഥർ അറിഞ്ഞിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ KSEB സപ്ലൈ ഇതിനകത്ത് ആവശ്യം വരുമ്പോൾ അവരും ഇത് അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ദയവ് ചെയ്ത് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ക്ഷമയോടെ ഈ ഇൻഫർമേഷൻ കേട്ടിരുന്നതിന് നന്ദി പറയുന്നു. താങ്ക് യു.